പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പാപം ചെയ്തു പോകുന്ന മനുഷ്യനാണെങ്കിലും അതിൽ ഏറ്റവും അധികം ദുഃഖത്തിലും സങ്കടത്തിലുമാകുന്നത് കർത്താവായ യേശു മിശിഹായാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ആദവും അവയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് എല്ലാം നൽകിയപ്പോഴും ആ എല്ലാം നൽകിയ ശേഷവും അവർ പാപം ചെയ്തപ്പോൾ ഏറ്റവും അധികം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും സ്വർഗസ്ഥനായ പിതാവിനാണ് ഏറ്റവും കൂടുതൽ സങ്കടവും ദുഃഖവും കഷ്ടപ്പാടുണ്ടായത്. സ്നേഹിച്ച വ്യക്തികൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് ഒരുപാട് വലിയ വേദനയും അത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരിക്കും. അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി നമുക്ക് തരുന്ന മുറിവ് ഒരിക്കലും മറക്കാത്ത ഒരു മുറിവായിരിക്കും. ആ മുറിവ് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത് അത്ര ആഴത്തിൽ ആ മുറിവ് നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരവസ്ഥയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മിശിഹാ ഈ ലോകത്തിൽ സത്യം മാത്രം കാണിച്ചു തരികയും സത്യത്തിൽ ജീവിച്ച് കാണിച്ചു തരികയും സത്യം മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ എത്തിയ ശേഷം നമ്മളോട് പറഞ്ഞൊരു വാക്യമുണ്ട്: നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ നൽകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തപൂർവ്വം നിങ്ങൾ ജീവിക്കും. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഒരു ചിന്താ വിജയം. നമ്മൾ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 44-ും 45-ഉം തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപം ചെയ്തു, അതേ മനുഷ്യനാണ് കർത്താവായ യേശു മിശിഹായെ കുരിശുമരണം മേടിച്ചു കൊടുത്തത്. അതായത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന പിതാവ് ഈ ഭൂമിയിൽ രക്ഷ കാണിച്ചു തരികയും രക്ഷയിൽ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. ആ രക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം എന്ന് പഠിപ്പിച്ച ഈശോ തന്നെ അതേ മനുഷ്യ കർത്താവായ യേശു മിശിഹായെ നല്ലത് പഠിപ്പിച്ചതിന് വേണ്ടി കുരിശുമരണം നൽകി. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ പാപത്തിൽ നിന്ന് മാറി ജീവിക്കാനും പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാനും നമ്മളെ തന്നെ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കണം. പാപം ചെയ്യുമ്പോൾ ഈ സ്നേഹമാണ് തകർന്നു പോകുന്നത്. ഇപ്പോൾ കർത്താവായ യേശു മിശിഹായുള്ള സ്നേഹം എന്നും നിലനിൽക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ പാപം ചെയ്യാതിരിക്കണം. ഓരോ നോയമ്പ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, പ്രിയ മക്കളെ, ഇനി മേൽ നിങ്ങൾ ഒരിക്കലും അന്ധകാരത്തിലായി തീരരുതേ. നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവായ യേശു മിശിഹായുടെ വചനമാണ് നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും നിങ്ങൾക്ക് പക്ഷത്ത് നിൽക്കാൻ ഒരു കർത്താവായ ഈശോമുണ്ട്. ആ ഈശോ മിശിഹായെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം കൂടുതലുമായ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വെക്കണം. നമുക്ക് മനസ്സിലാക്കണം, ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല, അവർ ചോദിച്ചുമില്ല. പക്ഷേ നിരന്തരമായ വിശുദ്ധ കുർബാന വഴിയായി കർത്താവായ യേശു മിശിഹാ എല്ലാ ജനനം മരണം ഉത്ഥാനം എല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവായ യേശു മിശിഹാ കാൽവരി കുരിശിൽ കയറിയത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ കർത്താവായ യേശു മിശിഹാ ഈ ലോകത്തിൽ കടന്നു വന്നത് ഞാൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും അവസാനം രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈശോയുടെ സ്നേഹം എത്രത്തോളം ഉണ്ട്, ഈശോ എത്രത്തോളം നമ്മളെ അനുഗ്രഹിക്കുന്നു, ഈശോ എത്രത്തോളം നമ്മളെ സ്നേഹിച്ച് നമ്മളെ സംരക്ഷിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.